നിറയെ ഉണ്ടാകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരുന്നു അത്. കുറേ റെമഡീസ് ട്രൈ ചെയ്തു, കുറേ വീഡിയോസ് കണ്ട് അതൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഫൈനലി ഞാനൊരു മാജിക്കൽ റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മുന്നുണ്ടായത് നല്ലൊരു ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല ഭയങ്കര ഒരു സ്മൂത്തായിട്ട് തോന്നും. ഭയങ്കര നമുക്കറിയാലോ, ഇത് ഉള്ളപ്പോൾ ഭയങ്കര ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാറി ഭയങ്കര ഒരു സ്മൂത്ത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഞാൻ കുറേ നാളായി ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് ഞാനൊരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആയിട്ട് ഭയങ്കര ഒരു തൊല്ലയാണല്ലേ? എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് നിറയെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരുന്നു അത്. കുറേ റെമഡീസ് ട്രൈ ചെയ്തു, കുറേ വീഡിയോസ് കണ്ട് അതൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഫൈനലി ഞാനൊരു മാജിക്കൽ റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. അതും മാജിക്കൽ റിസൾട്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. ഇപ്പം എനിക്ക് നോക്കിയാൽ അധികം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ഉണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിന് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്കിനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി. ഇത് ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ എടുത്തേക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എടുക്കുക, എന്തുമാത്രം ഏരിയാസിലാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നോക്കി അത് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഷുഗറാണ്. അതും ഞാൻ ഇതേ സ്പൂണിൽ തന്നെ ഇതേ അളവിൽ തന്നെ എടുത്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് മാത്രം, ഒരു നുള്ള് മതി, ഒരു നുള്ള് മഞ്ഞളാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഈ മിക്സ്ചറിനെ നന്നായിട്ട് ഇത് 3 ഇൻഗ്രീഡിയൻറ്റിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക, നല്ലൊരു പേസ്റ്റ് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. സോ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അതിന് ഫസ്റ്റ് തന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി ക്ലെൻസ് ചെയ്തിട്ട് വരാം. സോ ഫേസൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മുഖം നന്നായിട്ട് സ്റ്റീം എടുക്കുക. സോ നമുക്ക് സ്റ്റീം എടുത്തിട്ട് ഞാൻ വരാം. ഓക്കെ, സോ നമ്മൾ നന്നായിട്ട് ഞാനിപ്പം മുഖമൊക്കെ വാഷ് ചെയ്ത് നല്ല സ്റ്റീം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോസ് എല്ലാം നല്ല ഓപ്പൺ ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക, എനിക്ക് കൂടുതലും ഈ മൂക്കിൻ്റെ ഇവിടെയും ഈ ഒരു 2 ഭാഗത്തായിട്ടായിരുന്നു കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്ലെൻസ് ചെയ്യാൻ പോകുമ്പോൾ സ്റ്റീമിനൊക്കെ മുന്നേ ഇതൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം, അല്ല നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നല്ല, എല്ലാത്തിനും പ്രയറായിട്ട് ഫസ്റ്റ് തന്നെ ഇത് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ എവിടെയൊക്കെയാണോ നിങ്ങൾക്കുള്ള അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ലിപ്പിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പം ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ടുണ്ടാവാം, അപ്പം അങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അടിയിലും നന്നായിട്ട്. ഞാൻ തേച്ചു. എനിക്ക് എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെയും ലോവർ ലിപ്പിലും അവിടെ എവിടെയൊക്കെ തേച്ചു. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ. ഇനി ഞാൻ ഇതൊരു 15 മിനിറ്റ്, ഇതിനെ ഒന്നും ചെയ്യാൻ പാടില്ല, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, 15 മിനിറ്റ്സ് നമ്മളിത് വെയിറ്റ് ചെയ്തു. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഷുഗർ എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യരുത്. പതുക്കെ ജെന്റ്ലി സ്ക്രബ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് പതുക്കെ റൊട്ടേറ്ററി മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറേ നേരം സ്ക്രബ് ചെയ്യണം കേട്ടോ. കുറേ നേരം വെച്ചാൽ ഇപ്പം എന്താ പറയുക, കുറച്ച് കൂടുതൽ നേരം, കുറച്ചുള്ളവർ ചെയ്യുന്നതിൽ കുറച്ച് കൂടുതൽ നേരം സ്ക്രബ് ചെയ്യണം. പക്ഷേ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്യാവുള്ളൂ.
സോ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പോയി ഇത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് റിസൾട്ട് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ നന്നായിട്ട് ഇപ്പോൾ അത് മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞു. വാഷ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന, മറക്കാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എവിടെയാണോ നിങ്ങൾ സ്ക്രബ് ചെയ്ത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇത് എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രബ് എടുത്തതിനോ സ്റ്റീം എടുത്തിട്ടോ ഒക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ മുഖം അങ്ങ് വിടും. അപ്പോൾ നമ്മുടെ പോസ് ഓപ്പൺ ആയിരിക്കുകയാണ്, ഡേർട്ട് പിന്നെയും കയറി പിന്നെയും ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോലത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അപ്പോൾ എന്ത് നമ്മൾ മുഖത്ത് സ്ക്രബ് ഇട്ടിട്ടോ ഫേസ് പാക്ക് ഇട്ടിട്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും കമ്പൽസറി ആയിട്ട് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ചെയ്തത്. സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ നേരത്തെ അതായത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായതിന് നല്ലൊരു ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ നല്ല ഭയങ്കര ഒരു സ്മൂത്തായിട്ട് തോന്നും. ഭയങ്കര നമുക്കറിയാലോ ഇത് ഉള്ളപ്പോൾ ഭയങ്കര ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാറി ഭയങ്കര ഒരു സ്മൂത്ത് ടെക്സ്ചർ ആകും. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഞാൻ ഇത് ചെയ്തതിന് മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ളത് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പ്രോബ്ലം അല്ല, എല്ലാവരും ഈ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു അടിപൊളി റിസൾട്ട് കിട്ടും, 100% ഷുവർ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിമിഷ. ബൈ.